എങ്ങനെ നമ്മൾ സ്പ്ലെൻഡറിൽ എഫ് സിയുടെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഫുഡ് റെസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ഫുഡ് റെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലത്തെ ഫുഡ് റെസ്റ്റ് നമ്മുടെ സ്പ്ലെൻഡർ വെക്കുമ്പോൾ ഇച്ചിരി പൊങ്ങി നിൽക്കും. ഞാൻ ഇതിൽ കണ്ടതിൽ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഹേ ഗൈസ്, വെൽക്കം മീ ശിവ, യു ആർ വാച്ചിങ് ടി വി മോട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇവരോട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ചാനൽ എങ്ങനെ നമ്മൾ സ്പ്ലെൻഡറിൽ എഫ് സിയുടെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഫുഡ് റെസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ സംഭവം ഡയറക്റ്റ് സൂട്ടാണ് ആക്ച്വലി, വലിയ വള്ളിയോ കാര്യങ്ങളോ ഇല്ല. പിന്നെ ചെറുതായിട്ടൊന്ന് പൊങ്ങി നിൽക്കുന്ന പ്രശ്നം പലരും ഇവിടെ പറയുന്നുണ്ട്. സോ അതുകൂടെ എങ്ങനെ പരിഹരിക്കാം, എങ്ങനെ മര്യാദയ്ക്ക് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫുഡ് റെസ്റ്റ് കാണിച്ചു തരാം. ഫുഡ് റെസ്റ്റ് കാണിക്കുമ്പോഴത്തേക്ക് ഇതുണ്ടല്ലോ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഫുഡ് റെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റും ബാക്ക് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ഒരെണ്ണത്തിന് ഏകദേശം ഒരു 150 രൂപ 160 രൂപ വരെ മാർക്കറ്റിൽ വില വരുന്നുണ്ട്. അത് കറക്റ്റ് നോക്കിയിട്ടാണ് പറയാനായിട്ട്. സോ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഇങ്ങനത്തെ കസ്റ്റമൈസേഷൻ വീഡിയോസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, എപ്പോഴും നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് പഴയ എന്നാ പറയേണ്ടത് നമ്മുടെ സെറ്റും കാര്യങ്ങളെല്ലാം അഴിച്ച് മാറ്റുക എന്നുള്ളതാണ്. ഇതിലെ പഴയ ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ അഴിച്ച് മാറ്റിയിട്ട് ഞാൻ പ്രോസസ്സ് എന്താണെന്ന് കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പം നമ്മൾ ആ പഴയ ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് അയച്ചെടുക്കുക കേട്ടോ. സംഭവം സാധാരണ നമ്മൾ തന്നെ പറയേണ്ടത് ഫുഡ് റെസ്റ്റ് അഴിച്ചെടുക്കുന്നവർ അഴിച്ചെടുത്താൽ മതി. അതിനകത്ത് പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല. പിന്നെ നിങ്ങൾ അഴിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബാക്കിലത്തെ ഫുഡ് റെസ്റ്റിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, എന്നാ പറയേണ്ട ഒരു പിന്നുണ്ടല്ലോ, നമ്മൾ ഇടുന്ന നോബ്, അത് കളയരുത്. ഫ്രണ്ടിലത്തെ കുഴപ്പമില്ല, പക്ഷേ ബാക്കിലത്തെ നമുക്ക് ഈ പഴയ തന്നെ യൂസ് ചെയ്യണം. സോ അത് കളയാൻ പാടില്ല. അത് അത്യാവശ്യ കേസാണ്. നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ആദ്യത്തെ ഫ്രണ്ടിലത്തെ ഫുഡ് റെസ്റ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എഫ് സിയുടെ ഫ്രണ്ടിലത്തെ ഫുഡ് റെസ്റ്റ് നമ്മുടെ സ്പ്ലെൻഡർ വെക്കുമ്പോൾ ഇച്ചിരി പൊങ്ങി നിൽക്കും. ഞാൻ അപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ആ ഫുഡ് റെസ്റ്റ് വെച്ചു, ആൻഡ് അതിനകത്തോട്ട് നമ്മുടെ എഫ് സിയുടെ ഫുഡ് റെസ്റ്റിന് തന്നെ ആ പുതിയ നോബാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു പിൻ കയറ്റിയിടുമ്പോൾ ഫുഡ് റെസ്റ്റ് അത്യാവശ്യം പൊങ്ങി നിൽക്കുന്നുണ്ട്. അപ്പം ഒത്തിരി പേര് ആ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. സോ അത് സോൾവ് ചെയ്യാനായിട്ട് നമ്മളൊരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. ആക്ച്വലി എന്നാ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫുഡ് റെസ്റ്റിൻ്റെ ബാക്ക് സൈഡിൽ അകത്ത് വരുന്ന ഭാഗത്ത് ചെറിയൊരു തള്ളിച്ചുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം, നെക്സ്റ്റ് ഫുട്ടേജിൽ കാണിച്ചു തരാം. ആ തള്ളിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്ത് കളയും. കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്താൽ മതി. ചെറിയൊരു പോർഷനാണ്, ഒരു 1.5 mm ഒക്കെ ഗ്രൈൻഡ് ചെയ്താൽ മതി, പക്കയായിട്ട് നിന്നോളും. അപ്പോൾ നമുക്കത് ഊരിയിട്ട് അത് ഗ്രൈൻഡ് ചെയ്യാം. നമുക്ക് കാണിച്ചു തരാം ഏത് ഏരിയ ഗ്രൈൻഡ് ചെയ്യേണ്ടെന്നുള്ളത്. ഇതുണ്ടല്ലോ, ഇതിൽ തള്ളി നിൽക്കുന്ന ആ ഏരിയ കണ്ടല്ലോ, മേളിൽ ആ ഒരു കൂർത്തിരിക്കുന്ന മുന പോലത്തെ ഭാഗം, ആ ഭാഗമാണ് നമുക്ക് ആക്ച്വലി കട്ട് ചെയ്ത് കളയേണ്ടത്. ഗ്രൈൻഡ് ചെയ്ത് കളയണ്ടല്ലോ, നീറ്റായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇനിയിപ്പം സീനൊന്നുമില്ല. സോ അപ്പോൾ സീനൊന്നുമില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചാൽ മാത്രം മതി. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് നേരെ തന്നെയാണ് നിൽക്കുന്നത്. ഇനി കയറ്റി വെച്ച് ആ എഫ് സിയുടെ ഫുഡ് റെസ്റ്റിൻ്റെ കൂടെ വന്ന ആ ഒരു പുതിയ നോബ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ പുതിയൊരു പിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇട്ട ശേഷം ഇതിൻ്റെ ബാക്കിലത്തെ വാഷേഴ്സും അതിൻ്റെ എന്നാ പറയണ്ട പിൻ ലോക്കും കാര്യങ്ങളൊന്നും ഇടാൻ വിട്ടുപോകരുത്. ഞാൻ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ നമ്മൾ ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ ആ സൈഡ് കഴിഞ്ഞു, ഈ സൈഡിലോട്ട് നമ്മൾ വന്നു. ഇനിയിപ്പോൾ ഈ സൈഡിലും അത് തന്നെ പ്രോസസ്സ് എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു ഫുഡ് റെസ്റ്റ് കയറ്റി വെക്കുന്നു. നമ്മൾ ഇതും ഗ്രൈൻഡ് ചെയ്തായിരുന്നു, രണ്ടിൻ്റെയും ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞായിരുന്നു. ജസ്റ്റ് ഒന്ന് കയറ്റി വെക്കുന്നു, ആ പിന്നിടുന്നു. അത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ആ വാഷറും പിന്നൊക്കെ ഇടുന്ന സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതിനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഫുട്ടേജ്. ഇത് ജസ്റ്റ് ഒന്ന് തള്ളി കഴിഞ്ഞാൽ സാധനം കയറി പൊക്കോളും, വേറെ വള്ളിയൊന്നുമില്ല. കാരണം നമ്മൾ വേറെ കാര്യമുണ്ട്, നമ്മൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കണം. ഓവറായിട്ട് ഗ്രൈൻഡ് ആയി കഴിഞ്ഞാൽ താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. സോ ഓവർ ഗ്രൈൻഡും ആകരുത്. നമ്മൾ ആ പിന്നിട്ടു, അതിൻ്റെ ബാക്കിലത്തെ വാഷറും ആ ഒരു ലോക്ക് പിന്നും സംഭവം കയറ്റിയിടുക. അത് രണ്ട് വിട്ടില്ലെങ്കിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കും, ഫുഡ് റെസ്റ്റ് ഒരു വഴി പോകാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ ചാൻസസ് ഉണ്ടായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി അടുത്ത നമ്മുടെ പരിപാടി, ഇപ്പോൾ ഫ്രണ്ട് രണ്ടെണ്ണം നമ്മൾ സെറ്റ് ചെയ്തു. സംഭവം ഇത്രയേ ഉള്ളൂ, ഈസിയാണ്, സംഭവം നേരെയാണ് നിൽക്കുന്നത്. ഇനി അടുത്ത നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് ബാക്ക് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. ഫ്രണ്ടിനെ അപേക്ഷിച്ച് ബാക്കിൽ ഒരു രീതിയിലുള്ള ഓൾട്ടറേഷൻസും ഇല്ല. നമ്മുടെ ഫുഡ് റെസ്റ്റ് ഡയറക്റ്റ് സൂട്ട് ഫിറ്റാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത്, ഇതിൻ്റെ എഫ് സിയുടെ ഫുഡ് റെസ്റ്റയിൽ വരുന്ന ആ ഒരു പുത്തൻ പിന്ന് ഇതിനകത്ത് നമുക്ക് മാച്ചാകത്തില്ല. അത് ഇച്ചിരി വലിപ്പം കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ വച്ച് കാണിച്ചിട്ട് കണ്ടല്ലോ, ആ ഒരു പിന്ന് അതിൻ്റെ അകത്തോട്ട് കയറത്തില്ല. അപ്പം നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സ്പ്ലെൻഡറിൽ കിടന്ന ഓൾഡ് പിന്ന് ഞാൻ കാണിച്ചു തരാം. ആ ഒരു പഴയ ഓൾഡ് പിന്ന് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സീനൊന്നുമില്ല, പക്ക ഫിറ്റാണ്. കണ്ടല്ലോ, ആ ഒരു ചെറിയ തുരുമ്പുണ്ടെന്നേ ഉള്ളൂ, എന്നാലും അതിന് വലിയ കട്ടിക്കുറവോ പോയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. ജസ്റ്റ് അത് കയറ്റി ഇടുക, ആൻഡ്
അതിൻ്റെ തന്നെ വാഷർ, സ്പ്രിങ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതിലൊന്നും ഒരു കുഴപ്പമില്ല, പക്കയായിട്ട് കയറി കിടക്കുന്നുണ്ട്. ഫ്രണ്ടിനെ അപേക്ഷിച്ച് ബാക്കിൽ ഒട്ടും ഓൾട്രേഷൻ ഇല്ല കേട്ടോ, സംഭവം ഇത്രയേ ഉള്ളൂ. അപ്പം സംഭവം കണ്ടല്ലോ, ഇതുപോലെ തന്നെ ഞാൻ അങ്ങനെ സൈഡ് നമ്മൾ സെറ്റ് ചെയ്യും. അപ്പം മുഴുവൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ